ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങൾ യാത്ര ഫസ്റ്റ് ടൈം ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. ദൂരങ്ങോട്ടല്ല, അങ്ങോട്ടേക്കാണ് തായ്ലാൻഡിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവയാണ്. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ പുറകിലാണുള്ളത്. ഓക്കെ, നല്ല ഫുഡ് കഴിച്ച് ഒരു ബിരിയാണി കഴിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ നിന്ന് ബസ്സുണ്ട്, എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. ഞങ്ങൾ അതിലേക്ക് പോവുകയാണ്. ഞങ്ങൾ മോർണിംഗ് വന്നിട്ട് വിടാം, ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ച് പോകാൻ വെച്ചാണ്. നൈറ്റാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നടക്കുകയാണ്. ഓക്കെ, കുറേ കാലമായി തായ്ലൻഡിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അത് ഇന്ന് സാധിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ സാധിച്ചില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തായ്ലൻഡിൻ്റെ വീടുണ്ടാവും, എല്ലാവരും ഫുള്ള് കാണണം. ഓക്കെ, ഇവിടെയാണ് ഞങ്ങൾ ഫ്രഷപ്പ് ചെയ്ത റൂം. ഇതാണ് ജസ്റ്റ് ഒരു 3 hours നിന്നു. ചെറിയ പൈസ ആയിട്ടുള്ളൂ, 10-300 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ആളുകൾ വരുന്നവർക്ക് മെട്രോ സ്റ്റേഷൻ്റെ നേരെ ലെഫ്റ്റ് സൈഡ് വന്നാൽ ഈ റൂം കാണാം. ഇതാണ് ബെഡ് പ്ലസ് എന്നതിൻ്റെ പേര്. അടിപൊളിയാണ്, നല്ല ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ പറ്റിയ സ്പോട്ടാണ്. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ പോവുകയാണ്. അതെടുത്തോ, വരും. ലഗേജായി വരുന്നുണ്ട്. അങ്ങനെ മെട്രോ സ്റ്റേഷൻ താഴെ എത്തി. മെട്രോ സ്റ്റേഷൻ ആലുവ മെട്രോ സ്റ്റേഷനാണിത്. താഴെയുള്ളത് ബസ് ഇവിടെയാണ് വരിക. ഓക്കെ, ഡെയിലി ബസ് ഉണ്ടാവും. ഒരു അരമണിക്കൂർ കൂടുമ്പോൾ എയർപോർട്ടൊക്കെ ബസ് ഉണ്ടാവും. നമുക്ക് എളുപ്പമാണ്. ഇങ്ങനെ വന്നാൽ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞാണ് ഇങ്ങനെ പോയാൽ മതി. ഞാൻ ഡയറക്റ്റ് പോകുന്ന നോക്കിയാണ്. നമ്മൾ ഡയറക്റ്റ് എയർപോർട്ട് പോയി കാര്യമല്ലോ, വേറെ അടിച്ച് വെറുതെ ഇരിക്കണ്ടല്ലോ. ഞാകുമ്പോൾ അരമണിക്കൂർ പോകുമ്പോൾ ബസ് വന്നു കൊടുക്കും. ആ ബസ്സല്ല, വേറെ ബസ് വരും ഇപ്പോൾ. ഓക്കെ, ഇതവിടെ ഇരിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിരിക്കട്ടെ. അങ്ങനെ നമ്മൾ ബസ് വന്നിരിക്കുകയാണ്. ഇതാണ് ബസ്. ആലുവ മെട്രോ സ്റ്റേഷൻ താഴെ ബസ് ഉണ്ടാവും ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ. അപ്പോൾ നമ്മളിതിൽ എയർപോർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതിൽ കയറാൻ പോവാണ്. പെട്ടെന്ന് കുറേ സീറ്റ് കിട്ടും, അല്ല സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് പോവാണ്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ബസ് കയറിയിരിക്കുകയാണ്. ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലാണത്. ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 80 രൂപയാണ്, രണ്ടാൾക്ക് 160. ഓക്കെ, ബസ് കുഴപ്പമൊന്നുമില്ല, AC ബസ്സാണ്. ரொம்ப അടിപൊളിയാണ്. എന്നാലും നമുക്ക് ബാക്കി കാര്യം അവിടുത്തെ പറയാം. ഓക്കെ, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. യെസ്, ഒരു ബസ് ഇറങ്ങി. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് ടൈം വരുന്നത് രാത്രി 11 മണിക്കാണ്. ഇവിടുന്ന് പോസ്റ്റാണ്, 3-4 മണിക്കൂർ പോസ്റ്റാണ്. ഇവിടെ തിരിഞ്ഞ് കളിക്കണം. ഫ്ലൈറ്റ് ടൈം 11 മണിക്കാണ്, പക്ഷേ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമല്ലോ. ശരി, വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈവനിങ് ബ്ലോക്കാകണ്ട വെച്ചിട്ടാണ് നേരത്തെ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് 3-4 മണിക്കൂർ തിരിഞ്ഞ് കളിക്കണം. എൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓനെ വിളിച്ച് നോക്കണം. ഫ്രണ്ട് നോക്കട്ടെ. നൈറ്റ് വിളിച്ചപ്പോൾ ഒത്തിരി വിളിക്കാനാണ് പറഞ്ഞത്. അവരൊന്ന് കാണണം. കുറേ കാലം കണ്ടിട്ട് എൻ്റെ കൂടെ പഠിച്ചത് എങ്ങനെയായിരുന്നു. ഓക്കെ, ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇൻഡിഗോ പോകുന്നുണ്ട് കേട്ടോ. ഇൻഡിഗോ പോകുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് എയർ ഏഷ്യയാണ്. നമ്മൾ ഫ്ലൈറ്റ് എയർ ഏഷ്യയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ബേഗൽ വെക്കട്ടെ, ബാഗ് ചേഞ്ച്, ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ എന്നെ കൂടെ പഠിച്ച ഫ്രണ്ടിനെ കണ്ടിരിക്കുകയാണ്. കുറേ കൊല്ലമായി കണ്ടിട്ട്. മെഹറൂഫ് എന്നാ പേര്. മെഹറൂഫ്, ഇതിലെ എവിടെ നീ? ഇതാണ് എൻ്റെ ഫ്രണ്ട് മെഹറൂഫ്. ഓക്കെ, കുറേ വർഷമായി കണ്ടിട്ട്. എന്തൊക്കെയാണ്? അസ്സലാമു അലൈക്കും. ക്ഷീണിച്ചപ്പാണ് എൻ്റെ മുഖം തളർന്ന് കാണുന്നത്. ഞാൻ പറ്റി അരമണിക്കൂറായി കാണും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ കുറച്ചിനി പറയാം. ഓക്കെ, സംസാരിക്കട്ടെ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഉള്ളിൽ കയറിയില്ല, എയർപോർട്ടിൻ്റെ പുറത്ത് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്ത് നിൽക്കുകയാണ്. പിന്നെ അതിന് മുന്നേ കാണിക്കാണ്ടുന്നത് വെറുതെ ബോർഡിപ്പിക്കേണ്ട വെച്ചാൽ കാണിക്കാണ്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറും. അത് കഴിഞ്ഞ് നേരെ ബാങ്കോക്ക് തായ്ലാൻഡ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഫുള്ള് കാണണം. ഓക്കെ, വീഡിയോ മുഴുവൻ കാണണം. ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. എങ്ങനെയാണ് പോകേണ്ടത്, എത്ര ചിലവ് വരുന്നുണ്ട്, അതെല്ലാം ഡീറ്റെയിൽസ് മൊത്തം പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, കറൻസി മാറ്റേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മാറാം, പുറത്തുനിന്ന് മാറുമ്പോൾ പൈസ കുറവായിരിക്കും. മാക്സിമം എന്താക്കുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ മാറിക്കും, തായ് ഭാഗത്ത് മാറിക്കോ. പുറത്ത് മാറുമ്പോൾ റേറ്റ് കുറയും. ഓക്കെ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാം വിശദമായിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ 11 മണിക്ക് ഫ്ലൈറ്റാണ്. ഒരു 8 മണിക്കുള്ളിൽ കയറണം. വേറെ 2 ഫാമിലി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് ടൈം വരുന്നത് 11 മണിക്കാണ്. നമ്മൾ ലോഞ്ചിലിരിക്കുകയാണ്. ഗേറ്റ് 2-ലാണ് നമ്മൾ വരുന്നത്. ഗേറ്റ് 2 വരുന്നത്. തൊട്ട് ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. ഓക്കെ, ഇരുന്ന് നമുക്കിനി
ബാങ്കോക്കിൽ വെച്ച് കാണാം. ഓക്കെ, ഫ്ലൈറ്റിലേക്ക് പോകുന്നതും ഡീറ്റെയിൽസ് മൊത്തം കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഒരു മോയൻ തിരിക്കുന്നുണ്ട്, വെറുതെ എന്താണ് തിരിയാണ്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, 4 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ബാങ്കോക്കിലേക്ക്. ഫ്ലൈറ്റ് വെയിറ്റിംഗ് ആണ്. അതല്ല, അതിനിക്കാണ് നമ്മൾ എയർ ഏഷ്യാണ് അസൈൽ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമുക്ക് ഈ ബാങ്കോക്ക് നഗരങ്ങളിലെ കാഴ്ചകൾ കാണാം. അപ്പം നാളത്തെ പകൽ ബാങ്കോക്ക് തായ്ലാൻഡ് പട്ടായ വ്ലോഗ് ഉണ്ടാകും. എല്ലാവരും ഫുൾ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ എയർ ഏഷ്യയിലേക്ക് കാല് വെച്ച് പോകാൻ പോവാണ്. കാല് വെച്ചോ? യെസ്, എയർ ഏഷ്യൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഫുള്ളാണ്, നല്ല ആളുണ്ട്, ഫുള്ളാളാണ്. യെസ്, നോക്കാം. ഓ, ഫുള്ളാണല്ലോ. എയർ ഏഷ്യ ഫുള്ളായി നിൽക്കുന്നുണ്ട്. ഹലോ, സവാരിക്കാം. അങ്ങനെ നമസ്കാരം പറഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മൾ സീറ്റ് നമ്പർ 9E ആണ് വരുന്നത്. പോട്ടെ ഞാൻ വേപ്പോട്ട് പോട്ടെ. വിൻഡോ സീറ്റ് ഇട്ടില്ല, വിൻഡോ സീറ്റ് കാലിയാണ്. ആരാ അറിയില്ല, ഒരാളുണ്ടാവും. നമുക്ക് കിട്ടിയത് 9Dയും E ആണ്. സീറ്റ് കിട്ടിയത് ഫുള്ളാണ്, ബാക്കിലെല്ലാം ഫുള്ളാണ്. ഓക്കെ, ഭയങ്കര ടയർഡാണ്. ഇനി നമുക്ക് മോർണിംഗ് ബാങ്കോക്ക് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബാങ്കോക്കിൻ്റെ എയർപോർട്ടിലെത്തിയിരിക്കുന്നു. നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഓ, അടിപൊളി എയർപോർട്ടാണ്. യെസ്, എല്ലാം ഉറക്കുറങ്ങി, 3 മണിക്കൂർ ഉറങ്ങി. ഇനി പുറത്തേക്ക് പോവുകയാണ്. യെസ്, വെൽക്കം ടു തായ്ലാൻഡ്. പോട്ടെ, നടന്നോ. അങ്ങനെ ബാങ്കോക്കിൻ്റെ മണ്ണിൽ നമ്മൾ കാല് കുത്തിയിരിക്കുകയാണ്. യെസ്, എല്ലാവരും പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. യെസ്, വെൽക്കം ടു തായ്ലാൻഡ് ബോർഡ് കണ്ടോ? വെൽക്കം ടു തായ്ലാൻഡ്. ഓക്കെ, നമ്മളങ്ങനെ തായ്ലാൻഡിൻ്റെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. മുന്നോട്ടൊക്കെ പോവാണ്. ബാക്കി പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ. പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. എല്ലാ ഇമിഗ്രേഷനിലും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മളെങ്ങാത്ത് നമ്മളെ ട്രിപ്പ് പാർട്ണർ വെയിറ്റിംഗ് ആണ്. ആരെന്ന് അറിയില്ല, കുറേ പേരുണ്ട്, വെയിറ്റിംഗ് ആണ്. നമ്മളെങ്ങാത്ത് എല്ലാ ഇത് ട്രിപ്പ് ശേഷു നമ്മളെ പേരില്ലാലോ. ഞാൻ പറഞ്ഞ ദിസ് കമ്പനി ട്രിപ്പ് ദിസ് കമ്പനി 4 മെമ്പർ. യെസ്, അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ റോഡിൽ എത്തിയിരിക്കുന്നു. നമ്മൾ പോകുന്ന വണ്ടി, നമ്മളിവിടെ 2 പേര് വേറെ ഉണ്ട്. ഓക്കെ, 2127. ഓക്കെ, ലഗേജ് വെക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫോട്ടോ. നമ്മളങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂം വരുന്നത് ഈ സ്ഥലമാണ്, പട്ടായ. നമ്മുടെ കോഴിക്കോടേക്കാണ് കാറിലുള്ളത്. എത്തിയിട്ടില്ല. ബാങ്കോക്ക് എയർപോർട്ട് ഇറങ്ങിയിട്ട് 1.5 മണിക്കൂർ യാത്രയുണ്ട് പട്ടായയിലേക്ക്. ഇത് ടയർഡായി പോകും. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് റൂമിൽ എത്തിയിട്ട് പറയാം. ഒന്ന് വാഷ്റൂം പോകാൻ വേണ്ടി പുറത്തിറങ്ങിയാണ്. എവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് പട്ടായൊക്കെ പോകുന്നത്, ബാങ്കോക്ക് നമ്മൾ പട്ടായൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഒരു വാഷ്റൂമിലൊക്കെ പോകുന്നു പറഞ്ഞു. ആ വാഷ്റൂം ഏതോ ടൗണാന്ന് ഏതാ മനസ്സിലാകുന്നില്ല. എന്താ ഏതും തിരിയുന്നില്ല. സംഭവം അടിപൊളിയാണ്. ഏതായാലും ഒന്ന് വാഷ്റൂം പോയി ഒരു ചായയും കുടിച്ചിട്ട് റൂമിലേക്ക് പോകാൻ വെച്ച്. ഓക്കെ, ടയേർഡായിപ്പോയി. ഇവിടെ KFC കാണുന്നുണ്ട്, മെക്ഡൊണാൾഡ്സ് കാണുന്നുണ്ട്, വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട്. കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റ് മെയിൻ ഏരിയ ആണല്ലോ തായ്ലൻഡിൽ നിന്നാണ്. എന്നാലും ബാക്കി കാര്യങ്ങളും പറയാം. അതിന് മുന്നേ ഒന്ന് വാഷ്റൂം പോയി സെറ്റാകട്ടെ. ഓക്കെ, നമ്മളങ്ങനെ പട്ടായ എത്തിയിരിക്കുന്നു. പട്ടായ ടൗണാണത്. കടകളിൽ ഓപ്പൺ ആയിരുന്നേ ഉള്ളൂ. സമയം 7:30. ആൾക്കാരെല്ലാം റോഡിലൂടെ പോകാൻ തുടങ്ങി. ഓഫീസിലേക്കും സ്കൂളിലേക്കും കടകളിലേക്കും ജോലി ചെയ്യുന്നവരുടെയൊക്കെ യാത്രകൾ നടന്നു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബിഗ്
ബുദ്ധ ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. പട്ടാരിലുള്ള ബിഗ് ബുദ്ധ ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ അതിന് മുന്നിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചായ കുടിക്കണം. ചായ കുടിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറേ കടകളുണ്ട്, അടിപൊളി കടകളുണ്ട്. ഓക്കെ, ഇവിടെ മൊത്തം ബുദ്ധൻ്റെ പ്രതിമയും അങ്ങനത്തെ ഓരോ കടകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിലായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ. ഓക്കെ.